ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ലിൻഡലുകളുടെ വർക്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്തിനാണ് വീട് പണിയുമ്പോൾ അതിന് ലിൻഡലുകൾ കൊടുക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജനലുകൾ, വാതിലുകൾ പോലെയുള്ള ഓപ്പണിങ്ങുകൾക്ക് മുകളിൽ വരുന്ന കല്ലിൻ്റെയും മറ്റുമുള്ള ഭാരത്തെ ജനലിലേക്കോ വാതിലിലേക്കോ കൊടുക്കാതെ തൊട്ടടുത്ത ഭിത്തിയിലേക്ക് ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ലിൻഡലുകൾ നൽകാറുള്ളത്. അതുകൂടാതെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ചെറിയ ഭൂമികുലുക്കങ്ങൾ, ബേസ്മെൻറ്റിൽ വരുന്ന സീറ്റിംഗ് ആവൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രെയിമിന് മൊത്തത്തിലൊരു കൂട്ടിപ്പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ത്രൂ ഔട്ട് ലിൻഡലുകൾ ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു കെട്ടിടം വളരെ ചിലവ് ചുരുക്കിയാണ് ചെയ്യുന്നതെങ്കിൽ, അവിടെ ഉറച്ച ഭൂമി കൂടിയാണെങ്കിൽ അവിടെ നമുക്ക് ജനലുകളുടെയും വാതിലുകളുടെയും അതേപോലെ ഓപ്പനിങ്ങുകളുടെയും മുകളിൽ ചെറിയ കട്ട് പീസ് ലിൻഡലുകൾ നൽകിയാലും മതി. ത്രൂ ഔട്ട് ലിൻഡലുകൾക്ക് സാധാരണ കൊടുക്കാറുള്ള കനം എന്ന് പറയുന്നത് 6 ഇഞ്ച്, അതായത് 15 സെൻറ്റിമീറ്ററൊക്കെയാണ് ചെയ്യാറുള്ളത്. ലിൻഡലിൻ്റെ വീതി നമ്മുടെ ഭിത്തിയുടെ വീതി എത്രയാണോ അത് തന്നെയാണ് കൊടുക്കുക. പിന്നെ ചില ഭാഗങ്ങളിൽ ലെങ്ത്ത് കൂടിയ ഓപ്പനിങ്ങുകൾ ഉണ്ടെങ്കിൽ, അതായത് ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് വരുന്ന പാർട്ടീഷനുകൾ, അതേപോലെ ജനലുകളുടെ സൈസ് വളരെ വലുതാവുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടെയൊക്കെ നമ്മൾ 2 മീറ്ററിലും കൂടുതൽ ഒക്കെ നീളം ഉണ്ടെങ്കിൽ അവിടുത്തെ ലിൻഡലുകൾ നമ്മൾ ബീമായിട്ട് പരിഗണിച്ചിട്ട് വേണം അതിൻ്റെ വർക്ക് ചെയ്യാൻ. അതേപോലെ ലിൻഡലിന് നമ്മൾ 8 mm കമ്പികളാണ് നൽകുന്നതെങ്കിൽ ബീമിന് 12 mm കമ്പിയും അതിനനുസരിച്ചിട്ടുള്ള കനവും നമ്മൾ ആ ഭാഗങ്ങളിൽ കൊടുക്കേണ്ടി വരും. ലിൻഡൽ വാർത്ത് 3 ദിവസം കൊണ്ട് നമുക്ക് സെൻറ്ററിങ് പൊളിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ മിനിമം ഒരു 7 ദിവസം മുതൽ ഒരു 14 ദിവസം വരെ അത് നന്നായി നനച്ചു കൊടുക്കണം. ലിൻഡലിലും സൺഷെയ്ഡിലും വരുന്ന LED ലൈറ്റുകൾ, മറ്റ് ഇലക്ട്രിക്കൽ പൈപ്പുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ലിൻഡൽ വാർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിങ്ങിനൊക്കെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ താഴേക്ക് ഒലിച്ചു വരുന്ന സിമെൻറ്റ് സ്ലറി ജനലുകളോ ഡോർ ഫ്രെയിമുകളോ നമ്മൾ മുന്നേ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒലിച്ചിറങ്ങിയ സിമെൻറ്റ് സ്ലറി ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ വെള്ളമൊഴിച്ച് കഴുകി കളയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ വർക്ക് കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.